ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനോസ് ഡ്രീമി ക്രിയേഷൻസ്. അപ്പം ഞാൻ ഇന്ന് ഇതുപോലെ 1 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അലിഗേറ്റർ ക്ലിപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഹെയർ ക്ലിപ്പാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് മുൻപായി ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു ബോയാണ് ഇന്ന് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മളുടെ എന്താ പറയുക, ഓരോ ഷോപ്പിൽ നിന്നും ഇതുപോലെ ഓരോ ബോൾസൊക്കെ ഇതേപോലെ റെഡിമെയ്ഡായിട്ട് നമുക്ക് കിട്ടും കേട്ടോ, നമുക്ക് ഈ ഡ്രസ്സിലൊക്കെ വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് 1 മിനിറ്റിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞത്. അപ്പം ഞാനിതാ ഇതുപോലെ 2 അലിഗേറ്റർ ക്ലിപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിന് നമ്മളുടെ എന്താ പറയുക, സാധാരണ ഗ്ലൂ ഗൺ ഉണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മളുടെ B7000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂവോ അല്ലെങ്കിൽ 8000 ഈ 8000 എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലൂവോ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ നല്ല ക്യൂട്ടായിട്ട്, നമ്മുടെ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്ക് ഇതുപോലെ റെഡും വൈറ്റും ഗ്രീനും ഒക്കെ ആണല്ലോ നമ്മൾ മെയിനായിട്ട് ഇടുക. അപ്പം ഞാൻ ഇതുപോലെ വിചാരിച്ചു, നമുക്ക് ഈ ക്രിസ്മസിനും ഇങ്ങനെയൊരു ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കാമല്ലോ എന്ന്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ എന്താ പറയുക തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. പശ ഒന്ന് എന്താ പറയുക ഇതേപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിന് ശേഷം ഇതുപോലെ ഈ ക്ലിപ്പിൻ്റെ മുകളിലായിട്ട് ഇതിനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. എല്ലാവരും സാധാരണ ഈ ഒരു രീതിയിലാവും ചെയ്യാറുണ്ടാവുക, കാരണം പെട്ടെന്ന് സംഭവം കഴിയുകയും ചെയ്യും. പക്ഷേ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, ഈ ഒരു സംഭവം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ ചെറിയ പിള്ളേർക്കൊക്കെയാണ് ഇത് വെച്ച് കൊടുക്കുന്നതെങ്കിൽ അവരിതിനെ പതിയെ ഇങ്ങനെ പറിച്ചെടുക്കും കേട്ടോ, പറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇങ്ങനെ നമുക്ക് സംഭവം എളുപ്പമാണ്. എന്താ പറയുക, ഇങ്ങനെ വലിയവരൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ പിള്ളേരാണെങ്കിൽ ഇതെന്തായാലും തീർച്ചയായും പറിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നതിൽ യാതൊരു അർത്ഥം ഉണ്ടാവില്ല കേട്ടോ, കാരണം ഇത് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോരില്ലേ. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേറൊരു ഐഡിയ കൂടി ആണ് കേട്ടോ ഇതിലൂടെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇത് ഒട്ടിച്ചതിന് ശേഷം ഞാനിതൊന്ന് കാണിച്ചു തരാം. പെട്ടെന്ന് ഇത് അടർന്നു പോരുന്ന രീതി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതിനുശേഷം നന്നായിട്ട് എങ്ങനെ ഒട്ടിച്ചെടുക്കാമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ടു നോക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ കാണാനായിട്ട് നമുക്ക് നല്ല ഭംഗിയുണ്ടല്ലേ നമ്മുടെ ഈ ഒരു ഹെയർ ക്ലിപ്പ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് അടർന്നു പോകുന്ന എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ 2 എണ്ണം ഇങ്ങനെ തിരിച്ചുണ്ടാക്കിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 2 പുറമൊക്കെ കുട്ടികൾക്ക് കെട്ടിക്കൊടുക്കുമ്പോൾ ഒരു സൈഡിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ വേണം, മറ്റേ സൈഡിൽ വെച്ച് കൊടുക്കുമ്പോൾ മറ്റേ രീതിയിലായിട്ടും വേണം കേട്ടോ. പിന്നെ നമുക്കൊക്കെ വലിയവർക്കൊക്കെ ആണെങ്കിൽ ഇതുപോലെ സെൻറ്റർ ക്ലിപ്പായിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ 2 രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോഴാണ് നമുക്കത് വെച്ച് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. കണ്ടില്ലേ, അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ നല്ല എളുപ്പത്തിൽ ഇതുപോലത്തെ ഹെയർ ആക്സസറീസ് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരു വെറൈറ്റി ആവും ചെയ്യും. അപ്പോൾ ഇനി ഞാൻ അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പാണ്, എങ്ങനെ നമുക്ക് ഇതിനെ നല്ല രീതിയിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തൊടുമ്പോഴേക്കും അതിങ്ങനെ പറഞ്ഞു പോരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ചെയ്തതിനൊന്നും ഒരു ഉപകാരം ഉണ്ടാവില്ല കേട്ടോ. നമ്മളിപ്പോൾ പുറത്ത് കൊടുക്കാനാണെങ്കിലും അതൊരു വലിയ കാര്യം ഉണ്ടാവില്ല. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഈ ഗ്ലൂ ഇതിൽ വെച്ച് കൊടുത്താൽ ഇത് ഒട്ടുന്നില്ലല്ലോ എന്നുള്ളത്. പക്ഷേ ഞാൻ ഒരിക്കലും ഇങ്ങനെ നേരിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറില്ല. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. നമുക്കൊക്കെ ഇങ്ങനെ ഒരു ഫെൽറ്റ് ഷീറ്റ് കിട്ടും, അതായത് പല കളറിൽ ഞാൻ മുന്നേയൊക്കെ എൻ്റെ വീഡിയോയിലൊക്കെ കാണിച്ചു തരാറുണ്ട്. ഇതുപോലെ ഫെൽറ്റ് ഷീറ്റ് കിട്ടും. ഇതൊരു എന്താ പറയുക, ഒരു പരപ്പരപ്പുള്ള പോലെയാണ് കേട്ടോ ഈ ഒരു ക്ലോത്ത്. അതായത് നമുക്ക് ഒട്ടിച്ചെടുത്താൽ പെട്ടെന്ന് അവിടെ സ്റ്റിക്കായിട്ട് നിൽക്കും. മറ്റത് എന്താ പറയുക, അലിഗേറ്റർ ക്ലിപ്പ് എന്ന് പറയുന്നതും ഭയങ്കര മിനുസുള്ള ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് പറഞ്ഞു പോരുന്നത്. അപ്പം ഈ ഒരു ക്ലിപ്പിൻ്റെ ഏകദേശം ഒരു ലെങ്ത്ത് നോക്കിയിട്ട് ഇങ്ങനെ ഇവിടെ ഈ അറ്റത്തുനിന്നും മടക്കി കൊടുക്കണം, ആ അറ്റത്തുനിന്നും മടക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു ലെങ്ത്താണ് വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ എന്താ പറയുക അലിഗേറ്റർ ക്ലിപ്പിൻ്റെ അതേ വീതിയിൽ തന്നെ നമ്മൾ കുറച്ച് ലെങ്ത്തിൽ, അതിനെക്കാട്ടിയും കുറച്ചുകൂടി ലെങ്ത്തിൽ ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ.
അപ്പോൾ ദാ ഇതുപോലെയാണ് ഞാൻ കണ്ടില്ലേ ആ ഒരു വീതി നോക്കി അതിനുശേഷം ഒന്നുകൂടി കുറച്ചുകൂടി ഒന്ന് മുകളിലോട്ടാക്കിയിട്ട് കുറച്ച് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് നമ്മളുടെ ഗ്ലൂ ഗണ്ണിൽ നമുക്കിത് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതിനെ ഇതേപോലെ ഒന്ന് മുകൾ വശം അടിയിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്തു. അതിനുശേഷം ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതിനെ ഒന്ന് ഈ ഭാഗത്തൊന്ന് മടക്കി കൊടുത്തു കേട്ടോ. അതേപോലെ നമുക്ക് ഇനി ഈ ഗ്ലൂ അലിഗേറ്റർ ക്ലിപ്പിൻ്റെ മുകൾ വശത്തുനിന്ന് നമുക്ക് ഈ ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനെ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് വീണ്ടും ബാക്കി വരുന്ന ഭാഗം കൂടി ഒന്ന് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഓപ്പൺ ചെയ്യണം കേട്ടോ. എന്നിട്ട് വേണം ഇതൊന്ന് വെച്ചുകൊടുക്കാനായിട്ട്. ഇതുപോലെ ഓപ്പൺ ചെയ്തിട്ട് ഉള്ളിലോട്ടാക്കിയിട്ട് ഒന്ന് വെച്ചു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്ലിപ്പ് ഇവിടെ നമുക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ബേസ് തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ടാണ് നമ്മുടെ ഗ്ലൂ ഗണ്ണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കുന്നത്. കണ്ടില്ലേ? ഈ ഒരു രീതിയിലും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആദ്യം നമ്മുടെ ഫെൽറ്റ് ഷീറ്റിൽ ഒന്ന് ഒട്ടിച്ചെടുത്തത് അതിനുശേഷം ഈ ഒരു രീതിയിൽ അടിയിലും നമുക്ക് ഫെൽറ്റ് ഷീറ്റ് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. പക്ഷേ എനിക്ക് ഇപ്പം ചെയ്തത് ഇതിനെക്കാട്ടും നന്നായിട്ട് നല്ല രീതിയിൽ കിട്ടിയത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു രീതിയാണ് കേട്ടോ. അതാവുമ്പോൾ കുറച്ചുകൂടി നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. കണ്ടില്ലേ? ഇതാണ് ശരിയായ രീതി. അപ്പോൾ ഇതാവുമ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോരില്ല. നമുക്ക് കുട്ടികൾക്കൊക്കെ എത്ര വേണമെങ്കിലും യൂസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പം മനസ്സിലായില്ലേ? അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു അലിഗേറ്റർ ക്ലിപ്പിൽ ഈ ഒരു ഫ്ലവറിനെ ഞാൻ ഒട്ടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. ഇങ്ങനെയാണ് കേട്ടോ ഞാനിത് വെച്ചെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്യണം കേട്ടോ. അതിനുശേഷം ഇതിന് ആ ഒരു ബോയിലോട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നമ്മളുടെ ബോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ നല്ല നീറ്റും ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് പറിച്ചെടുത്താൽ പോരില്ല. അപ്പം നല്ലതുപോലെ ഉണങ്ങാനൊന്നും നമ്മൾക്ക് സമയം കൊടുക്കണം. അതിനുശേഷം കണ്ടില്ലേ? ഇതിങ്ങനെ പറിച്ചെടുത്താലും പോരില്ല കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു ക്ലിപ്പ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ എല്ലാവരുടെയും ഡൗട്ടും തീർന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ വീട്ടിലിരുന്നു കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ആക്സസറീസ് ഉണ്ടാക്കുക. അതേപോലെ ഒരു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും ഇതുപോലെയൊക്കെ നമുക്ക് ബോയ്സ് പോലെയും അതേപോലെ ഫ്ലവേഴ്സ് പോലെയൊക്കെ നമുക്ക് ഓരോ ലേസുകൾ മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള ഹെയർ ക്ലിപ്സ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള മോളുടെ ഒരു ഫോട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ മോൾക്ക് ആ ഒരു ബോ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.